എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോയുടെ കുറച്ച് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാം. കേട്ടുവല്ലോ. അപ്പോൾ ഇദ്ദേഹത്തോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അതായത് നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. കാരണം ഹിന്ദുക്കളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ പ്രതികരിക്കണം എന്നുള്ള ഒരു കാര്യം ആണ്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഹിന്ദു മതത്തെക്കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നതിൽ ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എനിക്കിതിനെ പ്രതികരിക്കണം തോന്നുന്നത്. പക്ഷെ അദ്ദേഹത്തിന്, ഹിന്ദു അല്ലാത്ത അദ്ദേഹത്തിന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നതിൻ്റെ പിന്നിലെ ചെയ്തോ വികാരം എന്തായിരിക്കുമെന്ന് ഹിന്ദുക്കൾ ആലോചിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഹിന്ദുവല്ല, ഹിന്ദുമത വിശ്വാസിയല്ല. ഹിന്ദുമതത്തെ മുഴുവൻ അവഹേളിക്കുന്ന, ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. കാരണം ഭാരതത്തെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എനിക്ക് ആരെയും ഒന്നും തെറ്റിദ്ധരിപ്പിക്കാനില്ല. പക്ഷെ എൻ്റെ മതത്തെക്കുറിച്ച്, എൻ്റെ കുലത്തിൽ ജനിച്ചവരെ ശരിയായി ധരിക്കണമെന്നുണ്ട്. കുലം ച കുലധർമ്മം ച മാം തു പാലയ പാലയ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു വനിതയാണ് ഞാൻ. അപ്പോൾ എൻ്റെ കുലധർമ്മത്തെ, എൻ്റെ കുലദേവതകളെ പരിഹസിച്ചാൽ എനിക്കത് അതിൻ്റെ ശരിയായ ഒരു മറുപടി, ഞാൻ ആരോടും ധിക്കരിക്കാനോ ദേഷ്യപ്പെടാനോ ചീത്ത വിളിക്കാനോ സംസ്കാരത്തിന് ചേരാത്ത പദപ്രയോഗം നടത്താനോ ഒന്നിനും തയ്യാറല്ലാത്ത ആളാണ്. എന്നാൽ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ചില കാര്യങ്ങൾ, കാരണം മുഴുവൻ സൂചിപ്പിക്കണമെങ്കിൽ ഒരു വീഡിയോ പോരാതെ വരും. അപ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹം പോയ വഴി പോയാൽ എനിക്കും വഴി തെറ്റും. വഴി തെറ്റിയ ആളിൻ്റെ പിന്നാലെ പോകുകയല്ലല്ലോ ചെയ്യേണ്ടത്. ശരിയായ വഴി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭാരതം ഒന്നാകെ ഏതാണ്ട് ഒരേ സംസ്കാരം തന്നെയാണ്. ഭാഷ വ്യത്യാസമുണ്ടെങ്കിലും, കാരണം ഋഷി പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെയൊക്കെ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ വിഗ്രഹാരാധന അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഭാരതത്തിൻ്റെ അറിവുകളുടെ ഉറവിടം എന്ന് പറയുന്നത് ഋഷി പാരമ്പര്യത്തിൽ നിന്നാണ്. അതിൽ ചിലരുടെ പേരുകളൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവരുടെ പേര് മാത്രമല്ല, അവരുടെ ലീനിയേജ്, അവരുടെ ഭാര്യ ആരാണ്, മക്കളാരാണ്, ആ മക്കളുടെ മക്കളാരാണ്, അവരുടെ മക്കളാരാണ്, അവരുടെ മക്കളാരാണ്, ഇങ്ങനെയുള്ളത് സകലത്രയും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അതിനൊരു കാരണമുണ്ട്. ഇവരെല്ലാം എഴുതി വെച്ച അറിവുകൾ ചൊല്ലിപ്പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ആരെഴുതിയെന്നും അതിൻ്റെ ഋഷി, ഛന്ദസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ചേർത്ത് എഴുതിയത് കൊണ്ട് അത് കാലങ്ങളായിട്ട് നശിക്കാതെ നിലനിൽക്കുന്നത് കൊണ്ട് അത് നമുക്ക് രേഖയായിട്ട് ലഭ്യമാണ്. അപ്പോൾ വേദങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ്. അത് അത്രി മഹർഷി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ നമ്മൾ പറയും. ത്രിഗുണങ്ങളെയും ജയിച്ച അതിനപ്പുറത്തുള്ള ആളെന്നാണ് അത്രിയുടെ പേരിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വിദ്യ പഠിക്കാനായിട്ട് ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അനസൂയ, അവരുടെ പുത്രനാണ് ദത്താത്രേയൻ. അപ്പോൾ ഇങ്ങനെ ഈ അത്രി മഹർഷിയുമായിട്ട് കേരളത്തിന് എന്താ ബന്ധമെന്ന് വെച്ചാൽ, അത്രി ഗോത്രത്തിൽപ്പെട്ടവർ കേരളത്തിലുണ്ട്. അത് ക്ഷേത്രങ്ങളിൽ പോയി പൂജ നടത്തുമ്പോൾ അവർക്കറിയാം, അവിടെ ഗോത്രവും നാളും പേരും ഒക്കെ പറയുമ്പോൾ അത്രി ഗോത്രത്തിലുള്ളവർ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഈ അത്രി ഗോത്രത്തിലുള്ളവർ കൂടുതലായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മഹർഷിമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരൊരിടത്ത് താമസിക്കുകയല്ല ചെയ്യണേ. അവർ സന്യാസത്തിൻ്റെ ഭാഗമാണ് ദേശാടനം. അവരെല്ലായിടത്തും എത്തും. ശ്രീബുദ്ധൻ, നേപ്പാളിൽ ജനിച്ച ശ്രീബുദ്ധൻ ഇന്ത്യയിൽ എല്ലായിടത്തും നടന്നിട്ടുണ്ട്, ചൈന വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മഹർഷിമാർക്ക് ശിഷ്യ പരമ്പരകളുണ്ട്. അവരുടെ ദിവ്യമായിട്ടുള്ള അറിവുകൾ അവർ ലോകത്ത് എല്ലായിടത്തും എത്തിക്കുന്നതിന് ശിഷ്യരുടെ കൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ശിഷ്യന്മാർ ദേശാടനം ചെയ്തിട്ട് ഈ അറിവുകൾ എല്ലായിടത്തും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രി മഹർഷി എഴുതിയ അത്രി സംഹിത ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും. അത്രി സംഹിതയിൽ എന്താണുള്ളതെന്ന് അന്വേഷിച്ചാൽ കിട്ടും.
അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 2000 വർഷത്തിന് ഇപ്പുറത്ത് ഈ അടുത്ത കാലത്തുള്ള ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രം നമ്മൾ അത്രി മഹർഷിയിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ എത്ര ആയിരത്താണ്ടുകൾ അപ്പുറമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം എഴുതിയത് ഇന്നും ലഭ്യമാണ്. ഇനി ഇതുപോലെയുള്ള കുറേ പേരുണ്ട്. ഇനി ഇദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതിന് കൃത്യമായ അറിവുണ്ട്. ചിത്രകൂടത്തിനടുത്താണ് താമസിച്ചിരുന്നത്. ഭരദ്വാജൻ്റെ ആശ്രമം ഉള്ളിടത്ത് ഇപ്പോഴും അവിടെ ആശ്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയുർവേദം അതുപോലെ പിന്നെ വന്നാണ് അത്രി കഴിഞ്ഞ് വന്നാണ് ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ഈ ശ്രീരാമൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ആയുർവേദത്തിൻ്റെ ആചാര്യനാണ് ഭരദ്വാജൻ. ധനുർവിദ്യ അതുപോലെ ആകാശം, ഗോള നിരീക്ഷണം, വാനശാസ്ത്രം ഇതെല്ലാം ശ്രീരാമൻ പഠിച്ചത് ഈ ഭരദ്വാജനിൽ നിന്നാണ്. അപ്പോൾ ഭരദ്വാജ മഹർഷി എഴുതിയ ഗ്രന്ഥങ്ങളും ഇപ്പോഴും ലഭ്യമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ദ്രോണൻ, അശ്വത്ഥാമ എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശ്രമം പ്രയാഗ്രാജിനടുത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഗൗതമൻ നമുക്കറിയാം. ഗൗതമ ബുദ്ധൻ്റെ ഭാര്യ അഹല്യയാണ്. ഗൗതമൻ എഴുതിയിട്ടുള്ള ഒരുപാട് വേദമന്ത്രങ്ങളൊക്കെ നമ്മൾക്ക് അന്വേഷിച്ചാൽ കാണാൻ കിട്ടും. ഇതുപോലെ ഒരുപാട് പേരുടെയുണ്ട്. ഇവരുടെ എല്ലാം ചരിത്രം പറയാൻ പോയാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ അറിവിന് ഒരുപാട് കാലം പഴക്കമുണ്ട് എന്നുള്ള കാര്യം തന്നെ അദ്ദേഹം അംഗീകരിക്കണം. ഇനി മറ്റൊരാൾ ജമദഗ്നിയുടെ പുത്രനാണ് പരശുരാമൻ. അപ്പോൾ പരശുരാമന് മുമ്പേ പരശുരാമനാണ് കേരളത്തെ വീണ്ടെടുത്തതെന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് അധാർമിക കാര്യങ്ങൾ നിലനിന്നിരുന്നതിന് എല്ലാം ഇവിടെ വന്ന ക്ഷത്രിയരെ വധിച്ച്, അദ്ദേഹം സ്ത്രീകളെ വധിച്ചിട്ടില്ല, പുരുഷന്മാരെയാണ് വധിച്ചത്. അപ്പോൾ അദ്ദേഹം പുരുഷന്മാരെ വധിച്ച സമയത്ത് സ്ത്രീകൾക്ക് വിവാഹം ചെയ്യുന്നതിന് പുരുഷന്മാരെ കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടാനില്ലാന്ന്. പക്ഷെ അന്ന് ആചാര്യന്മാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരെ നീച സ്വഭാവമുള്ള ആളുകൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർ ബ്രാഹ്മണരോട് അങ്ങോട്ട് പോയി അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ മകൾക്ക് ഒരു പുത്രഭാഗ്യം ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളിനെ ഈശ്വരനായിട്ടാണ് സ്ത്രീകൾ സങ്കല്പിച്ചിരുന്നത്. ഇതെല്ലാം ഭാരതീയ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ ലഭിച്ച മക്കളുടെ പിതൃത്വത്തെ ആരും ചോദ്യം ചെയ്തിരുന്നില്ല. മാത്രമല്ല അങ്ങനെ ജനിച്ച മക്കളെല്ലാം നല്ല ഈ ഭാരതീയ സംസ്കാരത്തിന് മുതൽക്കൂട്ടായി വളർത്തപ്പെട്ടിട്ടുള്ള മക്കളാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിനെയാണ് നമ്മൾ പിൽക്കാലത്ത് സംബന്ധം എന്ന പേരിലൊക്കെ അധിക്ഷേപിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പരശുരാമൻ ക്ഷത്രിയരെ കൊല ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ നിന്നാണ്. മരുമക്കത്തായും വരുന്നതും അക്കാലഘട്ടത്തിൽ നിന്നാണ്. കാരണം സ്ത്രീകൾക്ക് അവകാശം വന്നു. കാരണം പുരുഷന്മാരെല്ലാം മരിച്ചുപോയി, സ്ത്രീകളെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവരായിരിക്കുള്ളത്. അപ്പോൾ സ്ത്രീകൾക്ക് കുടുംബം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ അവിടം തുടങ്ങിയാണെന്നാണ് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനി ഇദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ച ആളാണ്. ഇദ്ദേഹത്തിന് ശബരിമലയുമായിട്ട് ബന്ധമുണ്ട്, അഗസ്ത്യമുനിയുമായിട്ട് ബന്ധമുണ്ട്. ശബരിമലയുടെ താന്ത്രിക ചുമതല ഇദ്ദേഹമാണ് വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവിടെ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്ര ശക്തമായ ഒരു വ്യക്തിയാണ് ഈ പരശുരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ പരശുരാമനോടൊപ്പം അതിന് ഗൈഡൻസ് നൽകിയത് അഗസ്ത്യമുനിയും കൂടി ചേർന്നിട്ടാണെന്നാണ് ഹിന്ദുക്കൾ പഠിക്കുന്നത്. അതായത് നമ്മൾ അയ്യപ്പൻ ദൈവം എന്ന് വിചാരിക്കുന്ന അയ്യപ്പൻ്റെ ക്ഷേത്രം പണിയുന്നതിന് അതിൻ്റെ താന്ത്രിക വിദ്യ പറഞ്ഞു കൊടുത്തത് പരശുരാമനും അതിൻ്റെ മേൽനോട്ടം വഹിച്ചത് അഗസ്ത്യമുനിയും കൂടെ ചേർന്നിട്ടാണെന്നാണ് പണ്ട് തുടങ്ങി ഈ ഹിന്ദുക്കൾ വിശ്വസിച്ചു പോരുന്നത്. ഈ അടുത്ത കാലത്താണ് അയ്യപ്പന് പല അവകാശികളും അയ്യപ്പൻ്റെ ചരിത്രം സാധാരണ മനുഷ്യരുടെ ചരിത്രം പോലെ ഒക്കെ പറയാൻ തുടങ്ങിയത്. ഇനി കശ്യപ മഹർഷിയായിട്ട് കാശ്മീരുമായി ബന്ധപ്പെട്ടതാണ് കശ്യപ മഹർഷിയുടെ ചരിത്രം. അദ്ദേഹത്തിന് 13 ഭാര്യമാരുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. മക്കളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിഥി എന്ന് പറയുന്ന ആ ദിയാണ് അവരുടെ മക്കളാണ് ദേവന്മാരായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ദേവന്മാർക്ക് മുൻപേ ഇവിടെ മനുഷ്യരും അറിവുമുണ്ടായിരുന്നു.
അന്ന് കാലത്ത് ദേവനും അസുരനും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ദേവന്മാരെ പോലെ നല്ല ധർമ്മബോധമുള്ളവരായിരുന്നു. പക്ഷേ കശ്യപൻ്റെ കാലത്തിന് ശേഷം 13 ഭാര്യമാരിലായിട്ട് ജനിച്ചപ്പോൾ അതിൽ ദിതി എന്ന് പറയുന്ന ഭാര്യയുടെ മക്കളായിട്ടാണ് അസുരന്മാർ വരുന്നത്. അവരുടെ ഇടയിൽ പക, അസൂയ, ഈ സ്ഥാനമോഹം, ഇതൊക്കെയാണ് ആദ്യം ഈ ആസുരീയതയുടെ ലക്ഷണങ്ങളായിട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യൻ ആദ്യകാലത്ത് ഇത് എല്ലാവരും ലോകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആർക്കും അസൂയയും കുശുമ്പും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെ വന്നപ്പോൾ മനുഷ്യൻ നിലനിൽപ്പിൻ്റെ പേരിൽ തമ്മിലടിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ദിതിയുടെ കഴിഞ്ഞിട്ട് കദ്രു എന്ന് പറയുന്ന ഭാര്യയിലുള്ളതാണ് നാഗവംശം എന്ന് പറയുന്ന നാഗാരാധനയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും നാഗാരാധന സമ്പ്രദായത്തിലുള്ള ജനതയുണ്ട്. അതിൽപ്പെടുന്നതാണ് കേരളത്തിലെ നായർ വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ നാഗാരാധന ആയിട്ട് ബന്ധപ്പെട്ട നാഗവംശത്തിൽപ്പെടുന്ന ഈ നായർ സമുദായം കേരളത്തിലെത്തിയിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി എന്നുള്ളത് മനസ്സിലാക്കണം. അദ്ദേഹം വരുന്നത് പരശുരാമന് മുൻപാണ്. അപ്പോൾ ഇവിടുത്തെ നായർ സമുദായം എന്ന് പറയുന്നത് പരശുരാമന് മുൻപേ ഇവിടെയുള്ളതാണ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള എന്താ പറയുക, ഈ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ക്ഷാത്രവീര്യം വർദ്ധിച്ചത് കൊണ്ടുള്ള മറ്റു രാജ്യങ്ങൾക്കുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അപ്പോൾ അങ്ങനെയാണ് പരശുരാമൻ കേരളത്തിലേക്ക് വന്ന ഇവരെയെല്ലാം വധിക്കുന്നത്. അപ്പോൾ ഈ മരുമക്കത്തായം എന്ന് പറയുന്ന സമ്പ്രദായവും സംബന്ധം എന്ന് പറയുന്ന സമ്പ്രദായം കേരളത്തിലെ നായർ കുടുംബങ്ങളിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ പരശുരാമൻ്റെ കാലഘട്ടം തുടങ്ങിയിട്ടാണ്. ഇനി പരശുരാമൻ എന്നാലും ഇവിടുത്തെ ജനങ്ങളെ ശുദ്ധീകരിക്കണം. അദ്ദേഹം ചെയ്ത പാപത്തിന് അദ്ദേഹം രാമേശ്വരത്ത് പോയിട്ട് കർമ്മങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ കേരളത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും വെച്ച് മനുഷ്യൻ്റെ ഈ കാമക്രോധ മോഹലോഭ അഹങ്കാരങ്ങളെ ശമിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ചിട്ടകളും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് ഈ കൊടുങ്ങല്ലൂരൊക്കെ പരശുരാമൻ തുടങ്ങിയ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ പരശുരാമൻ തുടങ്ങിയ 108 ക്ഷേത്രങ്ങളുടെയും പേര് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. അദ്ദേഹം തുടങ്ങിയ 108 ശിവക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും കിട്ടും. സ്ത്രീക്കും പുരുഷനും തുല്യ പ്രാധാന്യമാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം തുടങ്ങി ഇവിടെ സ്ത്രീ പുരുഷ സമത്വ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേർ, അതുകൊണ്ടാണ് തുല്യമായ ശക്തിയിലാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തുല്യമായിട്ട് ഒരെണ്ണം പോലും കൂടുതലോ കുറവോ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ ആചാര്യൻ എത്രത്തോളം ഈ മനുഷ്യൻ്റെ എന്താ പറയുക ഒരു സ്ത്രീ പുരുഷ സമത്വത്തെ ബഹുമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അദ്ദേഹം വലിയ അസ്ത്രവിദ്യ അറിയാവുന്ന ആളാണ്. ധാരാളം അറിവുകളുണ്ടായിരുന്ന ആളാണ്. പ്രത്യേകിച്ച് ക്ഷേത്ര പൂജയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അദ്ദേഹമാണ് ബ്രാഹ്മണരെ നർമ്മദാ തീരത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം ബ്രാഹ്മണർ വരുന്നതിന് മുൻപേ ഇവിടെ ഉണ്ടായിരുന്ന ജനതയാണ് നായർ സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും അദ്ദേഹം എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അഥവാ ഈ മണ്ണിൽ ജനിച്ച് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ച് ഈ മണ്ണിൻ്റെ സൽപ്പീരനും ഐശ്വര്യത്തിനും വേണ്ടി നിലനിന്നിട്ടുള്ള ഈ മണ്ണിൽ വന്ന് എല്ലാവരെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ജനത എങ്ങനെയാണ് എന്താണ് ഈ ചരിത്രം പറയുമ്പോൾ വിസ്മരിക്കപ്പെട്ടു പോകുന്നതെന്ന് ആണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി വിശ്വാമിത്രനെ കുറിച്ച് പറയുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ഈ അസ്ത്രവിദ്യ, അതുപോലെ അസ്ത്രവിദ്യ മാത്രമല്ല അതിനു വേണ്ട ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന ധ്യാനം, മെഡിറ്റേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതെന്നാണ് ഗായത്രി മന്ത്രം. നമ്മളെല്ലാവരും ഒന്ന് ഗായത്രി മന്ത്രം ജപിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്ര കാലം മുമ്പേ തന്നെ ഇവിടെ വലിയ അറിവുകളുണ്ട്. ആ അറിവുകൾ ഇന്ന് ലോകം മുഴുവൻ ഉപയോഗിക്കുന്ന അറിവുകളാണ്. ആ അറിവുകളുള്ള ആളുകളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം കേരളത്തിൽ ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അറിവൊക്കെ ഇവിടെ നിന്നോ ഇങ്ങോട്ട് വന്നതാണെന്നുള്ള തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇനി ഒരുപാടുണ്ട്. ഞാനതെല്ലാം വിട്ടിട്ട് ഈ അടുത്ത കാലത്ത് പിന്നീട് വന്നത് വാൽമീകി മഹർഷി രാമായണം എഴുതിയ ആൾ നമുക്കറിയാം, വ്യാസൻ മഹാഭാരതം എഴുതിയ ആളറിയാം. അവർ രണ്ടുപേരും ഇതിഹാസം എന്ന പേരിലാണ് ഈ കൃതികൾ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഇവിടെ സംഭവിച്ച ചരിത്രം തന്നെയാണത് എന്ന് അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ്. ആ കൃതികളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇന്ത്യയിൽ ഇന്ന് നമുക്ക് പോയാൽ കാണാവുന്ന സ്ഥലങ്ങളാണ്. ആ പേരിലുള്ള കഥാപാത്രങ്ങളുടെ എല്ലാം പേരിൽ ഇവിടെ ക്ഷേത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ശ്രീരാമനായാലും സീതയായാലും ഹനുമാനായാലും കൃഷ്ണനായാലും രാമനായാലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇനി കേരളവുമായി ബന്ധപ്പെട്ട ഒരാളാണ് വാൽമീകി. വാൽമീകി നമ്മുടെ ഈ സീതയുടെ ലവകുശന്മാരുമായിട്ട് വയനാട് ഭാഗത്ത് താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് ഇപ്പോഴും അവിടെ അവശേഷിപ്പുകളുണ്ട്. വ്യാസൻ ഭാരതത്തിൽ, കാരണം ഇന്ത്യയെ മൊത്തം അറിഞ്ഞ ഒരു മഹർഷിയാണ് വ്യാസൻ. അതുപോലെ പരാശരൻ, ശുഗൻ, യാജ്ഞവൽക്യൻ, ശൗനകൻ, മാർക്കണ്ഡേയൻ, പരശുരാമൻ, അഗസ്ത്യൻ, ഇങ്ങനെയുള്ള അനേകം മഹർഷിമാരുടെ ഗോത്രങ്ങളിൽപ്പെട്ടവർ ഇന്ന് കേരളത്തിലുണ്ട്. അതറിയണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വഴിപാട് നടത്തുന്നിടത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഇനി അഗസ്ത്യാർകൂടം ശബരിമല പോലെ തന്നെ ഹിന്ദുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. രണ്ടിടത്തും മല കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ അഗസ്ത്യ മഹർഷിയുമായിട്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അഗസ്ത്യ മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പരശുരാമനുമായിട്ട് അതുപോലെ തന്നെ കൊല്ലൂർ ക്ഷേത്രം. ഇതിൻ്റെയൊക്കെ താന്ത്രിക വിദ്യ ചുമ്മാ ഒരു കല്ലെടുത്ത് വെച്ചാലൊന്നും എന്താ പറയുക, നൂറ്റാണ്ടുകളോളം ജനങ്ങളെ ആകർഷിക്കാൻ സാധിക്കില്ല. അവിടുന്ന് അതിൻ്റെ ശക്തി പ്രസരിക്കില്ല. ആ പ്രസരിക്കുന്ന ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മഹാജ്ഞാനികളായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്ന് അറിവിനെ നേരിട്ടെടുക്കാൻ സാധിക്കുന്ന നമ്മളുടെ ചില സ്രോതസ്സുകളിലെ ഇപ്പോൾ കറണ്ടിൻ്റെ സ്രോതസ്സുണ്ട്. അവിടെ ജലത്തിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത്. അപ്പോൾ ആ ജലസ്രോതസ്സിൻ്റെ വലിയ സ്രോതസ്സാണ്, അവിടെ നിന്നാണ് എല്ലായിടത്തേക്കും എത്തുന്നത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യരിലേക്ക് ശക്തി എത്തുന്ന ചില സ്രോതസ്സുകൾ സൃഷ്ടിക്കാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല. ലോകത്തിൽ സാധാരണക്കാരാണ് കൂടുതൽ, അസാധാരണക്കാർ വളരെ കുറവാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു സത്യമാണ്. ഇനി പിന്നെ വന്നിട്ട് വസിഷ്ഠ മഹർഷി, അതും കേരള ബ്രാഹ്മണരിൽ ഈ വസിഷ്ഠ ഗോത്രത്തിൽപ്പെടുന്ന ധാരാളം പേരുണ്ട്. വ്യാഘ്രപാദ മഹർഷി ശബരിമലയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തിരുവഞ്ചിക്കുളം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് വ്യാഘ്ര മഹർഷി. അദ്ദേഹം ജ്യോതിഷവുമായിട്ടും അതുപോലെ കേരളത്തിലെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ടും ബന്ധപ്പെട്ട അറിവുകൾ നൽകിയിട്ടുള്ള ഒരു മഹർഷിയായിട്ടാണ് പറയുന്നത്. അഗസ്ത്യമുനിയുടെ പരമ്പരയിൽപ്പെടുന്ന ആളായിട്ടാണ് പറയുന്നുണ്ട്. അതുപോലെ മാർക്കണ്ഡേയ മഹർഷി, തൃക്കടിയൂർ ശിവക്ഷേത്രം മാർക്കണ്ഡേയ മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ഈ മാർക്കണ്ഡേയ പുരാണം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാർക്കണ്ഡേയ മഹർഷിക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പര ഇവിടെ അറിവ് പ്രചരിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹം മാർക്കണ്ഡേയ, അതുപോലെ ദത്താത്രേയ മഹർഷിയുടെ അത്രി ഗോത്രം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കേരളത്തിൽ അത്രി ഗോത്രത്തിൽപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ശുഗമഹർഷി കേരളത്തിലെ ഭാഗവതം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഭാഗവത സപ്താഹം നടക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം ശുഗമഹർഷിയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ശുഗപുരം കേരളത്തിലുള്ള സ്ഥലമാണ്. അതുപോലെ കേരളത്തിലെ പല താന്ത്രിക പാരമ്പര്യങ്ങൾക്കും അതിൻ്റെയൊക്കെ ഈ കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ വെറുതെ പൂജിക്കുകയല്ല ചെയ്യുന്നത്. അവിടേക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങൾ ആരാണ് എഴുതിയിരുന്നത് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഈ മഹർഷിമാരുടെ പേരുകളുണ്ട്. ആ മന്ത്രം എങ്ങനെ ചൊല്ലേണ്ടത് എന്നുള്ളതുണ്ട്. അതിൻ്റെ വൃത്തമുണ്ട്, അതിൻ്റെ ഛന്ദസ്സുണ്ട്, അതിൻ്റെ നിയമങ്ങളുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് അറിവുള്ള മനുഷ്യർ ഈ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഗോത്രത്തിലെല്ലാം പെട്ടവർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെയെല്ലാം അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് ഈ ജനതയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, എവിടെ നിന്നോ വന്നവർ. ഇപ്പോൾ ബംഗാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കൃഷി പാരമ്പര്യം ബംഗാളികളുടേതാണെന്ന് പറഞ്ഞാൽ ചരിത്രം അത് അംഗീകരിക്കില്ല. അതുപോലെ ഇങ്ങോട്ട് വന്ന ധാരാളം മനുഷ്യരുണ്ടായിരിക്കും, പക്ഷെ ഇവിടുത്തെ ചരിത്രം ഉണ്ടാക്കിയത് വന്നവരെല്ലാം കൂടിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന അതിബുദ്ധിമാന്മാരായ സാമർഥ്യമുള്ള ജനത ഇവിടെ ഉണ്ടായിരുന്നു. ആ ജനറ്റിക് പാരമ്പര്യമാണ് ഇന്നും കേരളത്തിലെ ജനങ്ങളെ ലോകത്തെവിടെ പോയാലും സൽപ്പേരുണ്ടാക്കിക്കൊണ്ടുവരുന്നതിന് കാരണം. ജനറ്റിക് പാരമ്പര്യം തുടരുന്നത് നമുക്കറിയാം. നൂറ്റാണ്ടുകളും ജനറ്റിക് പാരമ്പര്യം തുടർന്നു പോകുന്നുണ്ട്. ഇപ്പം മദ്യപാനിക്കുന്ന ഒരു സംസ്കാരമുള്ള ജനതയാണെങ്കിൽ ഇത്ര നൂറ്റാണ്ട് കഴിയുമ്പോഴും നമുക്ക് അവരിലതിൻ്റെ ഒരു ആ ടെൻഡൻസി കാണാൻ സാധിക്കും. മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ അതെ, അവർ കുറച്ചു കാലം ഇപ്പോൾ ഒരു തലമുറയിൽപ്പെട്ടവർ വേണ്ടാന്ന് വെച്ചാലും വീണ്ടും അത് അടുത്ത തലമുറയിൽ വീണ്ടും അത് ശക്തമായിട്ട് തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം സയൻസ് പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. തെളിവുകളോടുകൂടി സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ ശബരിമലയിൽ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള പരശുരാമൻ, വ്യാഘ്രപാദ മഹർഷി, ജൈമിനി മഹർഷി, കേരളത്തിലെ താന്ത്രിക് വിദ്യകളുടെ എല്ലാം പല കാര്യങ്ങളും സംഭാവന ചെയ്തിട്ടുള്ളത് ഈ ജൈമിനി മഹർഷിയാണ്. ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മഹർഷിമാരൊക്കെ
വളരെ ബുദ്ധിമാന്മാരാണ്. അവരെഴുതിയ ആ ശ്ലോകങ്ങളുടെ കൂടെ അത് എന്താണ്, നമ്മൾ വൈകുന്നേരം ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം എടുത്താലും അത് ആരാണ് എഴുതിയതെന്ന് അതിൽ പറയുന്നുണ്ട്. അതുപോലെ പലതരത്തിലുള്ള സ്തോത്രങ്ങൾ എടുത്താലും അത് ആരെഴുതിയെന്ന് അതിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല ഈ അറിവിനെയൊന്നും. അതൊക്കെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നത്. ഇനി കേരളത്തിലെ സിദ്ധ പാരമ്പര്യം വ്യാഘ്രപാദ മഹർഷിയുടെ, അതായത് അഗസ്ത്യ പരമ്പരയിൽപ്പെട്ട വ്യാഘ്രപാദ മഹർഷി, അതുപോലെ പതഞ്ജലി മഹർഷി, അവരിൽ നിന്നൊക്കെ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. പതഞ്ജലി മഹർഷിയാണ് യോഗാചാര്യനായിട്ടുള്ള പതഞ്ജലി മഹർഷി നമുക്കറിയാം. അപ്പോൾ ഈ സിദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ അദ്ദേഹം വേറെ ഇവിടെ നോക്കി ഇങ്ങോട്ട് വന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടുത്തെ മഹർഷിമാർ മറ്റ് സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലുമൊക്കെ അവർ സഞ്ചരിക്കുന്നവരാണ്. മഹർഷിമാർ ദേശകാല എന്താ പറയുക അതീതരായിട്ടുള്ളവരാണ്. അവരുടെ ആയുസ്സൊക്കെ സാധാരണ മനുഷ്യരെക്കാൾ കൂടുതലാണ്. അവരുടെ ജീവിതചര്യ അങ്ങനെയാണ്. ഇനി ചിദംബരം ക്ഷേത്രവുമായിട്ട് വ്യാഘ്രപാദ മഹർഷിക്കും പതഞ്ജലി മഹർഷിക്കും ഒക്കെ ബന്ധമുണ്ട്. രണ്ടുപേരും നടരാജനെ ആരാധിച്ചിരുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതുപോലെ അനേകം മഹർഷിമാരെ പകർന്നു തന്ന ഒരു അറിവിൻ്റെ ശേഖരം ഈ ഭാരതത്തെ, കേരളത്തെ നയിക്കുന്നുണ്ട്. അതിന് തെളിവുകളുള്ളത് കൊണ്ട് ഈ നമ്മുടെ DGP സാറിനെ പോലെ എന്തെങ്കിലുമൊക്കെ വന്ന് ഇരുന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടുത്തെ ഒരുപക്ഷെ ക്രിസ്ത്യൻ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ വലിയ അറിവില്ലാത്ത സാധാരണക്കാർ, അതൊരു സമൂഹത്തിൽ ഏത് സമൂഹത്തിലും ഏത് കാലഘട്ടത്തിലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അവർക്ക് ഉയർന്ന അറിവിലേക്ക് പോകാൻ സാധിക്കുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും അത് തെറ്റായൊരു പ്രവൃത്തിയാണ്. ഞാനീ പറഞ്ഞതെല്ലാം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിലേത് വേണേലും എൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ ഞാൻ എൻ്റെ സോഴ്സ് പറയാനും തയ്യാറാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.